ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഉച്ചയൂണിൻ്റെ വിശേഷങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാ ദിവസത്തെ പോലെയും രാവിലെ എണ്ണീറ്റ് ചായ കുടിയൊക്കെ കഴിഞ്ഞു, മുറ്റം തൂക്കും മറ്റു കാര്യങ്ങളും ജോലികളും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുപ്പത്ത് ചോറ് വെക്കാനിരുന്നതാണ്. അങ്ങനെ അടുപ്പത്ത് കലം വെച്ച് വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ അരി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇനി അരി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇന്ന് ഞാനിവിടെ ഉച്ചയ്ക്ക് കറി വെക്കുന്നത് പടവലങ്ങയും തക്കാളിയും ഒന്ന് വറുത്തരച്ച് തീയിൽ വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൊഴുവ കിട്ടിയിട്ടുണ്ട്. ഇന്ന് കൊഴുവ കൊണ്ട് നല്ലൊരു മീൻ പീരയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ ഉച്ചയൂണിൻ്റെ കറികളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് തീയിൽ വെക്കുന്നതിന് വേണ്ട പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അതിനുവേണ്ടി നമുക്ക് പടവലങ്ങയും തക്കാളിയും ഒക്കെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. നമ്മളൊക്കെ തീയിൽ വെക്കുമ്പോഴേ കൊച്ചുള്ളി ചേർക്കുന്നത് ഏറ്റവും രുചികരമല്ലേ. ഞാനിന്ന് ഇവിടെ കുറച്ച് കൊച്ചുള്ളിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് പച്ചക്കറികളെല്ലാം കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. പടവലങ്ങയും തക്കാളിയും ഉള്ളിയെല്ലാം നമ്മൾ ചതുരത്തിലെല്ലാം അരിഞ്ഞെടുക്കുവാണേ. പടവലങ്ങ അരിഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഞാൻ തക്കാളി അങ്ങനെ വെച്ചേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താണെന്നറിയാമോ, ഇവിടെ എൻ്റെ വീട്ടിൽ തക്കാളിയൊക്കെ ഉപയോഗിക്കുമ്പോഴേ അതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് ഞാൻ മിക്കവാറും ഉപയോഗിക്കുന്നത്. തൊലി കളഞ്ഞൊക്കെ വരുന്ന വലിയ താമസമാണ് തക്കാളിയുടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തക്കാളി ഇത് വേവിച്ചിട്ട് അത് വെന്ത് വരുമ്പോൾ അതിൻ്റെ തൊലി ഇങ്ങനെ എടുത്ത് മാറ്റുവാണ് ഇതിനകത്ത് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള പച്ചമുളക് എൻ്റെ വീട്ടിൽ തന്നെയുള്ള പച്ചമുളകാണ്. പച്ചക്കറി എല്ലാം അരിഞ്ഞെടുത്തപ്പോഴത്തേക്ക് അരി നല്ലതുപോലെ വെന്ത്, അപ്പോൾ ഞാൻ അരി അടച്ചിടുവാണ്. തീയിൽ റെഡിയാക്കുന്നതിന് വേണ്ടി തേങ്ങ തിരുമ്മി വറുത്തെടുക്കുവാണ്. എൻ്റെ അടുപ്പിൽ നല്ല തീയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അടുപ്പിൽ തന്നെ വെച്ചാണ് തേങ്ങയൊക്കെ വറുത്തെടുക്കുന്നത്. തേങ്ങയുടെ കൂടെ വറ്റൽമുളകും കൊച്ചുള്ളിയും ഒക്കെ ചേർത്താണ് ഞാൻ വറുത്തെടുക്കുന്നത്. തേങ്ങയൊന്നും മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു സ്പൂൺ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങയൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ എന്തെങ്കിലും വഴറ്റാനോ വറക്കാനോ ഒക്കെ വെക്കുമ്പോഴത്തേക്ക് അല്പം ഉപ്പ് കൂടി ചേർക്കുമെന്ന്. അത് പെട്ടെന്ന് അത് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് തേങ്ങയെല്ലാം മൂത്ത് വന്നപ്പോഴത്തേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ അല്പം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒരു ചുവന്ന് വരുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ താഴെ ഇറക്കി വെച്ച് നല്ലതുപോലെ തണുത്തിട്ട് വേണം നമുക്കത് അരയ്ക്കാൻ വേണ്ടിയേ. അപ്പോഴത്തേക്ക് ആ അടുപ്പിൽ തന്നെ തീയുള്ളത് കൊണ്ട് ഞാൻ ചട്ടി വെച്ചിട്ട് പച്ചക്കറിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അതിനായിട്ട് അല്പം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുത്ത് അത് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് കൊച്ചുള്ളിയാണ് ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത്. ചുവന്നുള്ളി ഒന്ന് വാടി വന്നപ്പോഴേക്കും അടുത്ത പച്ചക്കറികൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചക്കറിയൊക്കെ ഒന്ന് നല്ലപോലെ വാടി കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പും കൂട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഞാൻ തക്കാളി 4ആയിട്ടൊന്ന് മുറിച്ച് വെച്ച് അതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുവാണേ. ഈ പച്ചക്കറി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വെച്ച് നല്ലതുപോലെ ഇളക്കിയിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം.
അപ്പോഴത്തേക്കും നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങയെല്ലാം നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ഒഴിക്കാതെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ട് അത് വെള്ളവും ചേർത്ത് കലക്കി ഞാൻ ചട്ടിയിലേക്ക് ഒഴിക്കുവാണ്. ഇതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റാനായിട്ടൊരു സ്പൂണും ഉണ്ട്, അതെടുത്ത് കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ തീയലെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ പറ്റി അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീയലെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് കൊഴുവ പീര വറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. തേങ്ങയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചുവന്നുള്ളി, പച്ചമുളക്. ഞാൻ പച്ചമുളക് ഏറെ ചേർത്താണ് ഈ കൊഴുവയിൽ നിന്ന് പീര വറ്റിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ തീയലെല്ലാം നല്ലവണ്ണം പറ്റി റെഡിയായി വന്നിട്ടുണ്ട്. അതൊന്ന് നമ്മൾ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുത്ത് നമുക്ക് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം. കൊഴുവാപ്പീരയ്ക്ക് വേണ്ടിയുള്ള അരപ്പെല്ലാം റെഡിയാക്കി എടുക്കുന്നതിന് അരകല്ലിലാണ്. അതിനുവേണ്ടി ഞാൻ തേങ്ങയും ചുവന്നുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. ചതച്ചെടുത്ത അരപ്പ് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഴുവയിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂടെ സവാളയും നല്ലൊരു കഷ്ണം ഇഞ്ചിയും നല്ലതുപോലെ കൊത്തി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതിനകത്തേക്ക് കുടംപുളി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എല്ലാം കീറി വെച്ച് ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നു. എന്നിട്ട് നമുക്കിതെല്ലാം ചട്ടിയെല്ലാം നല്ല ഒതുക്കി നല്ലതുപോലെ തത്തിപ്പൊത്തി വെച്ച് അടച്ച് വെച്ച് നമുക്ക് അടുപ്പിൽ തന്നെ ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കൊഴുവാപ്പീര ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് തോർന്ന് കിട്ടാൻ വേണ്ടി അടുപ്പത്ത് തന്നെ ചെറിയ തീയിൽ ഒന്ന് വെച്ചിരിക്കണം. ഇതാ കൂട്ടുകാരെ, നമ്മുടെ കൊഴുവാപ്പീരയെല്ലാം നല്ല രീതിക്ക് നല്ല പറ്റി നല്ല തോർന്ന് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഈ രീതിയിൽ കൊഴുവ തോർത്ത് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ പച്ചമുളകൊക്കെ കൂടുതൽ ചേർത്താണ് ഇത് ചെയ്തേക്കുന്നത്. പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ കൂടുതൽ ചേർത്ത് നമ്മൾ ചെയ്തേക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി എനിക്ക് രേഖപ്പെടുത്തണം. തീയലും മീൻ തോരനും ഒക്കെ കൂട്ടി ചോറുണ്ണാനായിട്ട് നല്ല ടേസ്റ്റ് അല്ലേ, അത് നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. അത് ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് അതിന് കമൻറ്റ് ചെയ്യണേ. ഇന്നത്തെ ഉച്ചകൊണ്ട് വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.